ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിന്റെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മുഹാവിദ ഡോക്ടർ സാജി വി തോമസിനെയും ബാബു പറയത്തു കാട്ടിലെയും തോമസ് സാമുവലിനെ ഒക്കെ കാണുവാൻ ഇടയായത് ഒരു അനുഗ്രഹമായി ഞാൻ ചിന്തിക്കുന്നു, കരുതുന്നു. കർത്താവിന്റെ 3 ദാസന്മാരും എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. അത്രമാത്രം യോഗ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം സകലതും അറിയുന്നു, സകലതും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവരും സ്വർഗത്തിലെ ദൈവമാകയാൽ ഈ പകൽക്കാലം ഞാൻ ഡാലസിൽ നിന്ന് സംസാരിക്കുന്നു. ഇവിടെ പ്രഭാതമാണ്. ഇന്ത്യയിലുള്ളവർക്ക് ഈവനിങ് ആണ് എന്നെനിക്കറിയാം. അതുപോലെ വെസ്റ്റ് ബംഗാള് ബഥേൽ ഐലൻഡ് മിഷൻ ഹോസ്പിറ്റലിന്റെ ബോർഡ് ഡയറക്ടറിൽ നിന്നുള്ള ഒരു കൃപാ റാവുവിനെ ഞാൻ ലൈനിൽ കാണുന്നുണ്ട്. എൻ്റെ സ്നേഹിതൻ സഹോദരൻ കേവറിയസിനെ ഞാൻ കാണുന്നു. മറ്റ് ചില സ്നേഹത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ലൈനിൽ കാണുന്നു. എല്ലാവരെയും ഞാൻ ഐ വെൽക്കം യു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ഇൻ ദ മാച്ച്ലെസ് നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് മിനിറ്റ്. വളരെ പരിചിതമായ സങ്കീർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 25-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ ദൈവവചന ചിന്തയ്ക്കായി ഞാൻ തെരഞ്ഞെടുത്തത്. സങ്കീർത്തനങ്ങൾ 25 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല. 2026 ആരംഭ ദിവസങ്ങളിൽ ദൈവസഭകളോട്, യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിലിനോട് ദൈവാത്മാവ് പറയുവാനായി തന്ന ഒരു പദമാണ്, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ച് പോകയില്ല. പദം വീണ്ടും ആവർത്തിക്കുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല. നമ്മുടെ ഒരു സ്ഥിരം പ്രാർത്ഥനയാണ് എന്നെനിക്കറിയാം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, പ്രവർത്തന അങ്കണത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ, അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഈ വിഷയത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത്. കർത്താവേ, എന്റെ സഭയുടെ വിഷയത്തിൽ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ, എന്റെ തലമുറയുടെ വിഷയത്തിൽ, എന്റെ സുവിശേഷ പ്രവർത്തനത്തിൽ, എന്റെ സംഘടനയിൽ ഞാൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എന്റെ വിഷയത്തിൽ, നമ്മുടെ വിഷയത്തിൽ, ദൈവജനത്തിന്റെ വിഷയത്തിൽ, പട്ടണത്തിന്റെ വിഷയത്തിൽ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. ആമേൻ. സാത്താൻ കോട്ടകൾ കെട്ടും, തീർച്ചയാണ്. സാത്താൻ പിന്നോട്ട് വലിക്കുവാൻ ശ്രമിക്കും, തീർച്ചയാണ്. എന്നാൽ അത് തീർക്കുവാൻ സ്വർഗം സമ്മതിക്കയില്ല. ഒരു വലിയ ജനവിഭാഗമായി ചേർന്നുകൊണ്ട് കോട്ട പണിത് സ്വർഗത്തോളം എത്തുവാൻ ആഗ്രഹിച്ച പണി ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുവാൻ തുടങ്ങിയെങ്കിലും, അഥവാ ഒരളവ് വരെ ചെന്നുവെങ്കിലും, അത് തീർക്കുവാൻ കഴിയാതെ സ്വർഗത്തിലെ ദൈവം
അതിനെ ഇടിച്ചു കളഞ്ഞ് ഭാഷകളെ കലക്കി ദേശത്തേക്ക് വ്യാപരിച്ചു എങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവിക സന്ദേശം ഞാൻ കൈമാറുകയാണ്. ഓറബനയസ്, ദൈവിക സന്ദേശം ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറുന്നു. സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ഏത് പട്ടണത്തിൽ, ഏത് സ്റ്റേറ്റിലായിരിക്കുന്നു, ഏത് രാജ്യത്തായിരിക്കുന്നു എന്നുള്ളതല്ല. അതിലപ്പുറമായി ദൈവത്തിനു വേണ്ടി വിശ്വസ്തതയോടെ ദൈവിക കാര്യത്തിനു വേണ്ടി വില കൊടുക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്നെ ലജ്ജിപ്പിക്കയില്ല, നിന്റെ തലമുറയെ ലജ്ജിപ്പിക്കയില്ല, നിന്റെ സഭയെ ലജ്ജിപ്പിക്കയില്ല, നിന്റെ ദേശത്തെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പാസ്റ്റർ മ്യൂട്ടായി പോയേ. ദൈവത്തിനായി കാത്തിരിക്കുക, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരു പരാജയം കൂടി ഞാൻ പറയാം. സമയത്തിന് മുന്നേ എടുത്ത് ചാടിയിട്ട് ദൈവ നിയോഗമല്ലെന്നോ ദൈവത്തിന്റെ പ്രവൃത്തിയല്ലെന്നോ പറയുന്നതിന് പകരമായി പ്രാർത്ഥിച്ച് ദൈവിക സമയത്തിനായി കാത്തിരിക്കുവാൻ തയ്യാറായാൽ, ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയും, ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. എന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായി തന്നെ കൂടെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ദൈവം അതതിന്റെ സമയത്ത്, അഥവാ തക്ക സമയത്ത്, അപ്പോയിന്റ്മെന്റ് ടൈമിൽ എല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. എല്ലാം അതിന്റെ തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഒന്ന് വിശദീകരിച്ചാൽ, ഓരോന്നിനും ഒരു ടൈമുണ്ട്, ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്, ഒരു റിവൈവലിന് ടൈമുണ്ട്. ജനിക്കുവാൻ ഒരു കാലമുണ്ട്, മരിക്കുവാൻ ഒരു കാലമുണ്ട്, നടുവാൻ ഒരു കാലമുണ്ട്, പറിക്കുവാൻ ഒരു കാലമുണ്ട്, കൊല്ലുവാൻ ഒരു കാലമുണ്ട്, സൗഖ്യമാക്കുവാൻ ഒരു കാലമുണ്ട്, ഇടിച്ചു കളയുവാൻ ഒരു കാലമുണ്ട്, പണിയുവാൻ ഒരു കാലമുണ്ട്, കരയുവാൻ ഒരു കാലമുണ്ട്, ചിരിക്കുവാൻ ഒരു കാലമുണ്ട്, വിലപിക്കുവാൻ ഒരു കാലമുണ്ട്, സമ്പാദിക്കുവാൻ ഒരു കാലമുണ്ട്, സംഘടിപ്പിക്കുവാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിന്റെയൊക്കെ ദൗത്യം അഥവാ പൂർത്തീകരണം എന്ന് പറയുന്നത് ദൈവിക നിയോഗത്തോട് ദൈവപ്രവർത്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഓരോ ചുവടുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാനായി കഴിയും. കർത്താവിന്റെ ദാസന്റെ കൃപാറാവ് പാസ്റ്ററുടെ കയ്യിലുള്ളത് കൊണ്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു പോകാം. 49,000 ഇന്ത്യൻ രൂപയും കൊണ്ടാണ് ഒരു ദർശനത്തിൽ വെസ്റ്റ് ബംഗാളിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയത്. കോടികളുടെ ആസ്തിയുള്ള വെസ്റ്റ് ബംഗാൾ ഹോസ്പിറ്റലിന്റെ ഒരു ഡയറക്ടറാണ് പാസ്റ്റർ കൃപാറാവ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ ആശയം, ചെറിയ തുടക്കം, ഒരു വലിയ മുന്നേറ്റം, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സമയത്ത് നടക്കുക തന്നെ ചെയ്യും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പദം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഒരു
ആത്മീയ തീ കത്തേണ്ട സമയമായി കത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞു. Amen. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക തന്നെ ചെയ്യും. Amen. അത് എവിടെ നിന്ന് ആര് പ്രവർത്തിച്ചു എന്നുള്ളതല്ല, ആര് മുൻപിൽ നിന്നു എന്നുള്ളതല്ല. ദൈവം ചില വിശ്വസ്തരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കും. ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് ഇന്ത്യ മുന്നേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Amen. ഗ്ലോറി ടു ഗാഡ്. ഗ്ലോറി ടു ഗാഡ്. സഭാപ്രസംഗി 3:11 ഇങ്ങനെയാ വായിക്കുന്നത്. സഭാപ്രസംഗി 3:11. അവൻ അവൻ സകലവും അതാതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. അവൻ സകലവും ആ പദമാണ് എന്റെ ഹൃദയത്തിൽ തന്നത്. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് ഒരു നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, കാത്തിരിപ്പെന്ന് പറയുന്നത് ജീവിതത്തില് വളരെ വിഷമമേറിയ സമയമാണ്. ആർക്കും കാത്തിരിപ്പിന് വലിയ താല്പര്യമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനുഭവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് പറയുവാനായി കഴിയും. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കാൻ ഒരു സമയമുണ്ട്, അത് നിവൃത്തിയാകുവാൻ വേറൊരു സമയമുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ വ്യത്യസ്ത സമയത്ത് ലഭിക്കുന്നു. അത് വ്യത്യസ്ത സമയത്താണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. ഞാൻ ആ പദം വീണ്ടും ആവർത്തിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. അത് പൂർത്തീകരണത്തിൽ എത്തുന്നതും വ്യത്യസ്ത സമയങ്ങളിലാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നൊരു പരാജയം കൂടി പറഞ്ഞിട്ട് ഞാൻ പോകാം. നാം പലപ്പോഴും നമ്മുടെയൊക്കെ തലമുറകളെ മറ്റുള്ളവരുടെ തലമുറകളുമായി കമ്പയർ ചെയ്യുന്ന ഒരു മോശമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദയവ് ചെയ്ത് എന്റെ ഒരു വ്യക്തിപരമായ അഡ്വൈസ് ചെയ്യരുത്. Yes. എന്റെ തലമുറയെ മോനച്ചൻ ബ്രദറിന്റെ തലമുറയുമായി കമ്പയർ ചെയ്യരുത്. Yes. ഡോക്ടർ സാജുവിന്റെ തലമുറയുമായി കമ്പയർ ചെയ്യരുത്. ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചത്, ദൈവം വിളിച്ചത്, ദൈവം പ്രവർത്തനത്തിലാക്കിയത് ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ, വ്യത്യസ്തമായ വിഷയങ്ങളിലാണ്. ഹല്ലേലൂയ. Even every one of them are unique in the sight of God. ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ മുൻപിൽ ഓരോരുത്തരും യുണീക്ക് ആണെങ്കിൽ, വ്യത്യസ്തരാണെങ്കിൽ, ഇവരെ കമ്പയർ ചെയ്യുവാൻ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ദൈവത്തിന് പറഞ്ഞാൽ, ജോസഫിന്റെ ചരിത്രം നമുക്ക് വളരെ പരിചിതമാണ്. ജോസഫിന്റെ ചരിത്രം, ദർശനം കാണുന്ന ജോസഫ് തന്റെ പിതാവിനോട്, മാതാവിനോട്, സഹോദരങ്ങളോട് തന്റെ ദർശനങ്ങൾ പങ്കുവച്ചപ്പോൾ അംഗീകരിക്കുവാൻ കഴിയാത്ത കുടുംബം. തന്റെ വാഗ്ദത്തം വളരെ സ്ട്രോങ് ആണ്. തന്റെ സഹോദരന്മാരാൽ താൻ മർദ്ദിക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു. താൻ പൊട്ടക്കിണറിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഒരു വിധത്തിൽ ചോദ്യമുയരാം, എന്റെ വാഗ്ദത്തം എവിടെ? പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് മാറ്റപ്പെടുന്നു. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരാവുന്ന ഒരു ചോദ്യമാണ്, എന്റെ വാഗ്ദത്തം എവിടെയാണ്? ചെന്നെത്തിയതൊരു തടവറയിൽ, പ്രിസണിൽ കിടക്കുമ്പോൾ അവിടെയും താൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്റെ വാഗ്ദത്തം എവിടെയാ? അതോടുകൂടെ കിടക്കുന്ന രണ്ട്
തടവുകാർക്ക് അവരുടെ ദർശനം താൻ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. താൻ വിശദീകരിച്ച സ്വപ്നങ്ങൾ 2 ദിവസങ്ങൾ കൊണ്ട് അതിന്റെ പൂർത്തീകരണത്തിൽ വന്നപ്പോൾ അപ്പക്കാരനും പാനപാത്രവാഹകനും അവർ കണ്ട സ്വപ്നം അടുത്ത ദിവസം തന്നെ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ജോസഫിന് ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ദൈവത്തെ എന്റെ സമയം, എന്റെ വാഗ്ദത്തം നിറവേറുന്നില്ല? ഞാൻ വ്യാഖ്യാനം പറഞ്ഞ അപ്പക്കാരനും അഥവാ പാനപാത്രവാഹകനും അതിന്റെ പൂർത്തീകരണത്തിൽ വന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്റെ സമയം വരുന്നില്ല? ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ ഡാളസിൽ ഇരുന്നു കൊണ്ട് ആരോടോ ദൈവത്തിന്റെ ഒരു ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ രാത്രിയുടെ യാമത്തിലോ പ്രഭാത യാമത്തിലോ നിങ്ങൾ വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് ദൈവിക വാഗ്ദത്തം ലഭിച്ചിട്ട് നാളുകൾ കഴിഞ്ഞിട്ടും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ കഴിയാതെ എന്തുകൊണ്ട് എന്ന് ഹൃദയത്തിൽ ചോദ്യമിട്ടുകൊണ്ട് പ്രാർത്ഥന നിർത്തിവെച്ച വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടെന്ന് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. ഹാബേലിന്റെ ജീവിതത്തിലെ ക്രൂരമായ മരണം, തന്റെ സഹോദരൻ കയീന് ആരാധനയിൽ നിന്ന് പിന്മാറുമ്പോൾ പിന്നത്തെ തലമുറ ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്: ഹാനോക്കിന്റെ കൂടെ നടന്ന ദൈവം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, കാത്തിരിപ്പ് പലപ്പോഴും ജീവിതത്തിൽ മടുപ്പുണ്ടാക്കും എന്നത് സത്യമാണെങ്കിലും, മനസ്സ് മടുക്കുവാൻ ഇടയുണ്ടെങ്കിലും, ദൈവവചനത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവവചനത്തിന്റെ ആദ്യത്തെ വാഗ്ദത്തം കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ് ദൈവവചനത്തിൽ നിന്നുള്ള ആദ്യത്തെ വാഗ്ദത്തം കാണുവാൻ കഴിയുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ആദ്യത്തെ വാഗ്ദത്തമാ. തലമുറകൾ പലത് കഴിഞ്ഞു, തലമുറകൾ മാറി മാറിപ്പോയി, സാത്താനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോ ഒരു ചോദ്യം, ദൈവമേ നീതെന്ന വാഗ്ദത്തമല്ലേ, എന്തുകൊണ്ട് സാത്താനെ തകർക്കുവാൻ കഴിയാതെ സാത്താൻ ജനത്തിന്റെ മേൽ ജയിച്ചു മുന്നേറുന്നു എന്ന് ചോദിക്കുമ്പോൾ, തലമുറകൾ പലത് കഴിഞ്ഞുവെങ്കിലും ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നോടൊപ്പം വരണമേ, ഗലാത്യർ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് നാം പുത്രൻ തന്നെ. പ്രൈസ് ഗോഡ്. വളരെ പരിചിതമായ ദൈവഭാഗങ്ങളിലൂടെയാണ് ഈ പ്രകാലം ഞാൻ കടന്നു പോകുന്നത്. എന്നേക്കാൾ ദൈവവചനം നന്നായി അറിയുന്ന ദൈവദാസന്മാരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ ദൈവം തന്ന ഒരു ദൂത് കൈമാറുക എന്നത് എന്റെ ദൗത്യമാകയാൽ ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ, തലമുറകൾ പലത് കഴിഞ്ഞുവെങ്കിലും, വർഷങ്ങൾ പലത് പിന്നിട്ടെങ്കിലും, സാത്താനെ തകർക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. The fullness of the time, hallelujah, the fullness of the time God sent his own son to save us, hallelujah. നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന്, ദൈവജനത്തെ വീണ്ടെടുക്കേണ്ടതിനായി യേശുവിനെ ലോകത്തിലേക്ക് അയച്ച, ഹല്ലേലൂയ, തന്റെ പ്രവൃത്തി ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയത്തിലേക്ക് പോകുകയാണ്. കാത്തിരിപ്പ് വളരെ പ്രയാസകരമാണ്. എനിക്കറിയാം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നൽകിയ പല വാഗ്ദത്തങ്ങളും ഇതുവരെ പൂർത്തീകരിക്കാതെ എന്തുകൊണ്ട് എന്ന ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ ദൈവാത്മാവിൽ നിന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, കാലസമ്പൂർണതയിൽ, ദ ഫുൾനെസ് ഓഫ് ദ ടൈം, കാത്തിരിക്കുക, സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം കൊടുക്കുകയാ, നിന്റെ സന്തതി 400 വർഷം അന്യദേശത്ത് പാർക്കും, 4ാം തലമുറ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കുന്നു, നിനക്കൊരു വാഗ്ദത്ത സന്തതിയുണ്ട്. നീണ്ട 25 വർഷക്കാലത്തെ കാത്തിരിപ്പ്. പ്രൈസ് ഗോഡ്. 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാഗ്ദത്ത സന്തതി പുറത്തു വന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ഇത് പുറത്തു വരുമെന്ന് പറയുമ്പോൾ ആർക്കും വാഗ്ദത്തം അറിയില്ലെങ്കിലും വാക്കു പറഞ്ഞ ദൈവം വാഗ്ദത്തത്തെ മറക്കാതെ തക്ക സമയത്ത് ജനത്തെ വിടുവിക്കേണ്ടതിനായി ഒരു മോശയെ അങ്ങോട്ട് അയക്കുകയാണ്. ഹല്ലേലൂയ. 400 വർഷങ്ങൾക്ക് ശേഷം 4ാം തലമുറ വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞു. വാഗ്ദത്തം കേട്ടവരെല്ലാം മരിച്ചുപോയി. വാഗ്ദത്തം കേട്ട ആരും ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല. ആ വാഗ്ദത്ത നിവൃത്തി സംഭവിക്കണമെന്ന കാര്യവുമില്ല. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞവൻ, അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തക്ക സമയത്ത് ഇതാ ഒരു മോശയെ എഴുന്നേൽപ്പിക്കുന്നു. തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി അവിടേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്തെന്ന് ചോദിച്ചാൽ, കാത്തിരിപ്പിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ഈ 2026 ആരംഭ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ് നൽകുവാൻ, ഹല്ലേലൂയ, ഞാൻ ജീവിതത്തിന്റെ ധാരാളം അനുഭവങ്ങൾ ഒരനുഭവത്തിലേക്ക് പോകാം. 2005 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട ഒരു ദിവസമാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്ന പട്ടണത്തിലെ ന്യൂ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു വലിയ ആക്സിഡന്റിൽ ഞാൻ അകപ്പെട്ടു. ലോകപ്രകാരം ഞാൻ മരിച്ചുവെന്ന് ലോകം വിധി എഴുതി. 3 പ്രാവശ്യം കാർ ഓവർടേൺ ചെയ്ത് അവസാനം 4 വീലും മുകളിലായി നിൽക്കുന്ന ആ കാറിൽ ഞാൻ ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുന്ന സമയമാണ്. ആംബുലൻസ്, പാരാമെഡിക്കൽസ്, ധാരാളം ആളുകൾ, 100 കണക്കിന് ആളുകൾ ഡെഡ് ബോഡി എടുക്കുവാനായി പുറത്തു വരുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ബെൽറ്റ് ഊരിയിട്ട് ഞാൻ ആ പൊട്ടിയ ഗ്ലാസിന്റെ ഇടയിലൂടെ ഒരു മത്സ്യം എങ്ങനെ ഊന്നിറങ്ങുമോ അതുപോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ആളുകളൊക്കെ വാവിളിച്ചു പോയി. എന്നാൽ അതിന്റെ പിന്നിൽ വേറൊരു സത്യമുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പറയാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ പറയുക. ഞാൻ എൻ്റെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയുമുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് സഹോദരിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു. സഹോദരി വിളിച്ചു പറഞ്ഞു, ഭവനത്തിന് നേരെ ഒരു അന്ധകാര ശക്തി വരുന്നു. ചാടി എഴുന്നേറ്റു. എൻ്റെ ഭവനത്തില് അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക്
അവിടെ നിന്ന് ഫാമിലി റൂമിലേക്ക്, അവിടെ നിന്ന് ലിവിംഗ് റൂമിലേക്ക്, അവിടെ നിന്ന് കിച്ചണിലേക്ക് ഇങ്ങനെ ഓടി നടന്ന് അന്ധകാര ശക്തിയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് മരണത്തിലേക്ക് പോയ എൻ്റെ ജീവിതത്തെ സ്വർഗത്തിലെ ദൈവം മടക്കി തന്ന്. ഞാൻ പറയട്ടെ, അന്ന് ഞാൻ ധരിച്ചിരുന്നൊരു വെള്ള ഷർട്ടാണ്. ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും ഇല്ലാതെ ആ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. മാത്രമല്ല, ആ സെയിം ഷർട്ട് ഇട്ടുകൊണ്ട് ഏതാണ്ട് 12 രാജ്യങ്ങളിൽ പോയി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. Hallelujah. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാണെന്ന് അറിയാമോ? ആ ഷർട്ടിന്റെ മാഹാത്മ്യമല്ല, ദൈവത്തിന്റെ പ്രവൃത്തി. Amen. എന്നാൽ ഞാൻ പറയാൻ വന്നു അതല്ല. എന്നാൽ ആ ആക്സിഡന്റിന്റെ ഫലമായി എൻ്റെ കഴുത്തില് 8 നട്ട്സ് ആണികൾ അടിച്ചിട്ടുണ്ട്. അത് സർജറി ചെയ്തത് ന്യൂയോർക്കിലെ ഒരു വലിയ സർജനാണ്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി 2006 സംഭവമാണ്. സർജറി തീരുമാനിച്ചു. എൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഏതാണ്ട് 5 സ്ഥലങ്ങളിൽ പോയി ഫൈനലി ചെയ്തത് ഓഗസ്റ്റ് മാസം 9 സർജറി. 2 ദിവസം മുമ്പ് ദൈവാത്മാവ് എന്നോട് ദർശനത്തിൽ ഇടപെട്ടു. നിന്റെ സർജറി 10-ാം തീയതിയാണ്. സർജറി 9-ാം തീയതി പ്രീ ഓപ്പ് കഴിഞ്ഞു. എന്നെ ഏതാണ്ട് ഒരു 30-40 പേര് വീട്ടിൽ നിന്ന് ചേർന്ന്, കാരണം ഒരു മരണത്തോട് മല്ലിടുന്ന ഒരു സർജറിയാണ്. പുറത്തു വരാനുള്ള സാധ്യത 50-50 ആണ്. അപ്പം ഞാൻ വളരെ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന ദൈവസഭയിലെ ആളുകളെ, പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഒരു 10-30 പേരിലധികം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ആക്കി. വളരെ ചിരിച്ചുകൊണ്ട് ഞാൻ പ്രീ ഓപ്പിൻ്റെ ഓരോ ക്രമീകരണങ്ങളിൽ പോയി. എന്നെ ഏതാണ്ട് 4 മണിയോടുകൂടി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി സർജറിക്കായി. 9-ാം തീയതി ദൈവം തന്ന വാഗ്ദത്തം ഇതാണ്, നിന്റെ സർജറി 10-ാം തീയതിയാണ്. ഞാൻ ചോദ്യം ചെയ്തില്ല. അകത്ത് ചെന്ന് എന്നെ തിയേറ്ററിൽ കയറ്റി വാതുക്കൽ നിൽക്കുമ്പോൾ അവിടെ എമർജൻസി ഉണ്ടായി. ഒരു സർജറി, അടുത്ത സർജറി, അവസാനം എൻ്റെ സർജറിക്ക് പോയപ്പോൾ 10-ാം തീയതിയാണ്. ഞാൻ സർജറി കഴിഞ്ഞ് പുറത്തു വരുന്നത് 10-ാം തീയതി വെളുപ്പിനെ 1:55 ഹല്ലേലൂയ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതിന്റെ കാര്യം എന്താ? നീ വാഗ്ദത്തം ചെയ്തു 10-ാം തീയതി, സർജറിക്ക് എനിക്ക് സ്കെഡ്യൂൾ ചെയ്തതും എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയത് 9-ാം തീയതി, സർജറി നടന്നത് 10-ാം തീയതി. എന്തിനു വേണ്ടി? പുറത്തു വന്നു. വളരെ പെയിനേറിയ സമയമാണ്. എന്നാൽ ദൈവം എനിക്ക് ഒരു പെയിനും തന്നില്ല. ഞാൻ പെയിൻസ് മെഡിക്കേഷൻ എടുത്തതുമില്ല. എന്നാൽ എൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം പേര് ഡോക്ടറേറ്റ് എടുക്കാൻ വരുന്ന യൂണിവേഴ്സിറ്റി, ന്യൂജേഴ്സിയിലുള്ള. അദ്ദേഹം ഒരു ഗേ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹം ഈ സാത്താന്റെ ഡാർക്ക് ബുക്കുകളൊക്കെ വായിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വന്ന് കിടക്കുമ്പോൾ തൊട്ട് അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞിട്ട് വലിയ ശബ്ദമുണ്ടായി കിടക്കുമ്പോൾ ഞാൻ ശാന്തമായി മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഓർക്കണം, മേജർ സർജറി കഴിഞ്ഞ് ഡോക്ടർ ഫുള്ളി എനിക്ക് മെഡിക്കേഷൻ തന്ന് തന്നെ മയക്കി കിടക്കുന്ന പോലെ കിടന്നപ്പോൾ ഞാനത് മെഡിസിൻ എടുക്കാതെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ? അവൻ പറഞ്ഞു, ഞാൻ എത്തിസ്റ്റാ, ഞാൻ ബൈബിൾ വായിക്കത്തില്ല. അവൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും വായിക്കത്തില്ല. ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു, മണിക്കൂറുകൾ പറഞ്ഞു. സന്ധ്യയായപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോൻ എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ ബാഗിൽ ബൈബിൾ കാണും. ബൈബിൾ എന്നോട് പറഞ്ഞെടുത്ത് കൊടുത്തു. അവന് കൊടുത്തിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പറയട്ടെ, ഞാൻ ആ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പുറത്തു പോരുന്നതിന് മുൻപ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആ മനുഷ്യനെ ദൈവം സഹായിച്ചു. മാത്രമല്ല, അവന്റെ പാർട്ണർ എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് സെന്ററിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 3rd ഇൻ കമാൻഡാണ്. അവൻ പകൽ അവനെ കാണാനായിട്ട് വരും. ഒരു മുറിയിലാണ്. അവനും എത്തിച്ചാണ്. ഞാൻ അവനോട് സംസാരിച്ചു. ദൈവകൃപയാൽ 2 ശക്തന്മാരായ ആളുകളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ്
എന്റെ സർജറി 10-ാം തീയതിയിലേക്ക് മാറ്റിയതെന്ന് Yes. ഇന്ന് Hallelujah. പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? Yes. ഇത് ഞാൻ പറഞ്ഞത് എന്നെ ബൂസ്റ്റ് ചെയ്യുവാനല്ല സഹോദരങ്ങളെ, Yes. Yes. മറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം, അത് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ സംഭവിക്കും. നാം കാത്തിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Amen. ഹല്ലേലൂയ. സ്തോത്രം. Hallelujah. ദൈവവചനത്തിലേക്ക് വീണ്ടും തിരിയുമ്പോൾ സെക്കറിയാവിന് നിങ്ങൾക്കറിയാം, സെക്കറിയ പുരോഹിതൻ. സെക്കറിയാവ് ധൂപം കാട്ടുവാനായി അകത്തു പോകുന്നു. ജനം പുറത്തു നിൽക്കുകയാണ്. തന്റെ വാഗ്ദത്തം, ഒരു വാഗ്ദത്ത സന്തതിയുണ്ട്. എന്നാൽ ദൈവവചനം വായിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നത് വാർദ്ധക്യമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സകല സാധ്യതകളും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ വാക്ക് പറഞ്ഞ ദൈവം ദൂതനെ അയച്ച് തന്റെ ശുശ്രൂഷയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിന്റെ മകൻ ജനിക്കുന്നു. വിശ്വസിക്കുവാൻ പുരോഹിതന് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാം തന്നെ നമ്മെ ഒന്ന് ശോധന ചെയ്യേണ്ട സമയമാണ്. നിൽക്കുന്നത് എവിടെയാ? ശുശ്രൂഷയിൽ, ദൈവിക സന്നിധിയിൽ, ധൂപപീഠത്തിൽ നിൽക്കുമ്പോൾ, ജനത്തിനു വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ, ദൈവം തന്റെ ദൂതനെ ഇറക്കി വിടുമ്പോൾ, ദൂതനെ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയാതെയായ സെക്കറിയ പുരോഹിതനോട് പറയുന്നു, നിന്റെ സംശയം മൂലം നീ സംസാരിക്കാതെ കുഞ്ഞിന്റെ ജനനം വരെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ജനനം നടന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറി. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോബ്, ബുക്ക് ഓഫ് ജോബ് 13-15, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ആകാശങ്ങൾ തെളിഞ്ഞു കാണുന്നില്ലെങ്കിലും അതിന്റെ മുൻപിൽ കാറ്റടിച്ച് ഒരു വെളിച്ചമുണ്ടാകുമെന്ന്, ഒരു മറുപടി ഉണ്ടാകുമെന്ന്, പ്രാർത്ഥിക്കുന്നവൻ ലജ്ജിക്കുകയില്ലെന്ന്, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കൂ, വിശ്വസിക്കൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. 121-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ഇതാ സഹായം വരുന്നൊരു പർവ്വതമുണ്ട്. പ്രൈസ് ഗോഡ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. സമയം മുൻപോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ ട്രാപ്പ് ചെയ്യട്ടെ. രണ്ടാമതായി നമുക്കൊരു ദർശനമുണ്ട്. ആ ദർശനത്തിനൊരു കാത്തിരിപ്പുണ്ട്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളി ചെയ്ത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായ്പാൻ തക്കോണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പ്രൈസ് ഗോഡ്. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഈ പ്രഭാതത്തിൽ ദൈവിക ദർശനത്തോട്, ദൈവിക നിയോഗത്തോട്, ചില ദൈവസഭകളോട്, ദൈവദാസന്മാരോട് ഞാൻ ആ ദൂത് കൈമാറുകയാണ്. നിന്റെ ദർശനങ്ങളെ നീ തെളിവായി എഴുതുക. നിന്റെ വാഗ്ദത്തങ്ങളെ നീ മറന്നു കളയരുത്. ദർശനത്തിന് ഒരവധി വച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക്
നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അനന്തരം യഹോവ താൻ പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്ന യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ, ആമേൻ. അത് മറക്കരുത്, താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അവധിക്ക് വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. അബ്രഹാമിന്റെയും സാറയുടെയും ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യമില്ല, സഭയും മുൻപിലുമില്ല. വാഗ്ദത്തം ലഭിച്ച വർഷങ്ങൾ പലത് കഴിയുമ്പോൾ സാറയമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം ഒരു ഓൾട്ടർനേറ്റീവ് എടുത്തു. ഒരു ഇസ്മായിൽ പുറത്തു വന്നു. വാഗ്ദത്തം അവിടെ തന്നെയുണ്ട്. 25 വർഷം കഴിഞ്ഞ് ദൈവത്തിന്റെ വാഗ്ദത്തം ആരിലൂടെയാണോ വാഗ്ദത്തം കൊടുത്തത് അവരിലൂടെ, സാറയിലൂടെ തന്നെ വാഗ്ദത്തം നിവൃത്തിയായി ഒരു ഇസ്ഹാക്ക് പുറത്തു വന്നു. ഈ ദിവസങ്ങളിൽ വാഗ്ദത്തത്തിന്റെ ചില ഇസ്ഹാക്കുകൾ പുറത്തു വരേണ്ട കാലമായി. ആമേൻ. ലോകരാഷ്ട്രങ്ങളിൽ അത് കടന്നു വരേണ്ട സമയമായി. ഹല്ലേലൂയ. നമ്മുടെ ദർശനം മങ്ങിപ്പോകരുത്. നമ്മുടെ ദർശനം മങ്ങിപ്പോകരുത്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് നമ്മുടെ വാഗ്ദത്തങ്ങൾ, അതിന്റെ കാത്തിരിപ്പ്. രണ്ടാമത് ഞാൻ പറയുന്ന പദം ഇതാണ്, നമ്മുടെ ദർശനത്തിനൊരു കാത്തിരിപ്പുണ്ട്. ആ കാഴ്ചപ്പാട്, ദർശനം മങ്ങിപ്പോകാതെ, കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടാതെ മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമായ ദിവസങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. ദാവീദ് പറയുകയാണ്, ദൈവമേ ന്യായം പാലിച്ചു തരണമേ. ദാവീദിന്റെ പ്രാർത്ഥനയാ. തനിക്ക് ന്യായം ലഭിക്കേണ്ട ശൗൽ രാജാവ്, നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ അനീതി മാത്രം ചെയ്തുകൊണ്ട് തന്നെ തകർത്തു കളയുവാൻ ശ്രമിക്കുമ്പോൾ, തന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവിടെ പദം പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ന്യായാധിപനായിരുന്നു കൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തി ചെയ്ത്, ദാവീദിനു വേണ്ടി പ്രവർത്തി ചെയ്ത് ശൗലിനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ രാജസന്നിധിയിൽ, രാജ കൊട്ടാരത്തിൽ, രാജാവിന്റെ കസേരയിൽ ഇരുത്തി എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി. യോബ് പറയുന്ന ഒരു പദമുണ്ട്, യോബ് 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുൻപാകെ തെളിയിക്കും. പ്രൈസ് ഗോഡ്. ഒരിക്കലും കുറുക്കു വഴികൾ ഉപയോഗിക്കുവാൻ തയ്യാറാവരുത്. വിജയമോ പരാജയമോ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട്, ദൈവിക ദർശനത്തിൽ നിന്നുകൊണ്ട് നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ, കുറുക്കു വഴികൾ ഉപയോഗിക്കാതെ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകും. യാക്കോബിന്റെ ചരിത്രം നമുക്കറിയാം. യാക്കോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത്, താൻ വേഷം മാറി, തന്റെ ശബ്ദം മാറ്റി, ഇറച്ചി മാറ്റി, ഭാഷ മാറ്റി, രൂപം മാറ്റി. എത്ര കുറുക്കുവഴികളാണ് കടന്നുപോയത്. എന്നാൽ പിന്നത്തേതിൽ ദൈവദൂതനുമായി മല്ലിടുമ്പോൾ
ഓരോന്ന് കറക്റ്റ് ചെയ്തു വരുന്ന യാക്കോബിനെ കാണുവാൻ കഴിയുന്നു. അവിടെ മാത്രമല്ല കാണുവാൻ കഴിയുന്നത്, താൻ മടങ്ങി വരുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16 ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല, ധൃതി വയ്ക്കുകയില്ല. അബ്രഹാം ധൃതി വെച്ചു, ഒരു ഇസ്മയിൽ പുറത്തു വന്നു. കാത്തിരുന്നു, ഒരു ഇസ്ഹാക്ക് പുറത്തു വന്നു. കമ്പിവാചകത്തിൽ പറഞ്ഞു പോകുമ്പോൾ അതിന്റെ തീവ്രതയും അതിന്റെ ആഴവും മനസ്സിലാക്കുവാൻ കഴിവുള്ള ദൈവദാസന്മാരുടെ ഒരു വലിയ നിരയാണ് എൻ്റെ മുൻപിലുള്ളത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, ക്ഷീണിക്കുവാൻ ഇടവരികയില്ല. കഴുകന്മാരെ പോലെ ചിറകടിച്ച് അവർ പറന്നുയരുമെന്ന് പറഞ്ഞാൽ, ദൈവദാസന്മാരെ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുക്കുവാൻ നാം തയ്യാറായാൽ, അതിനുവേണ്ടി നിൽക്കുവാൻ നാം തയ്യാറായാൽ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായാൽ, ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹുറമന ഹബറബബ ശതര രഗദവനബ ശമന രഗദ ഹുറബബ ശഗനബ ശദര രഗദ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചില ദൈവദാസിമാരോട് സംസാരിക്കുന്നു. കുറുക്ക് വഴികൾ എടുക്കാതെ കാത്തിരിപ്പിൽ ദൈവസനയിൽ നിൽക്കുവാൻ തയ്യാറായാൽ, നിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നും അത് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ. ഈ നാളുകളിൽ, ഈ 2026 ആരംഭ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. പ്രാർത്ഥനയോട്, ഉപവാസത്തോട്, ജീവിതത്തിന് മുൻവരുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ഞാൻ അതിജീവിക്കും, അതിന്റെ മേൽ ഞാൻ ജയമെടുക്കും, ഹല്ലേലൂയ. അതിന്റെ മേൽ ഞാൻ മുൻപോട്ട് പോകും, ഹല്ലേലൂയ. പിൻപോട്ടല്ല, മുൻപോട്ട് തന്നെ പോകുമെന്ന് ആ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട്, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ പറയുകയാണ്, നമ്മെ ലജ്ജിപ്പിക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. യഹോവേ, നിന്നിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കാൻ ഒരു സമയം, നിവൃത്തിയാകുവാൻ വേറൊരു സമയമുണ്ട്. അതിനായി, വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ദർശനത്തിനൊരു അവധി വച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കും. അത് വരും, നിശ്ചയമാണ്, താമസിക്കയില്ല. ഈ പ്രഭാതയാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ എനിക്ക് ആലയത്തിലേക്ക് പോകാൻ സമയമാകുന്നു. ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കരുത്. സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ദൈവം തന്ന വാഗ്ദത്തം അത് ഉവ്വ് എന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വാഗ്ദത്തമാണ് ദൈവം തന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ സംഭവിക്കും. ആ വാഗ്ദത്തങ്ങൾ സംഭവിക്കും. അതിന്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് പണിയുവാൻ നെഹമ്യാ പറഞ്ഞ പോലെ, ഞങ്ങൾ ദാസന്മാർ എഴുന്നേറ്റ് പണിയും, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ആ ഉറപ്പോടെ നമ്മൾ മുൻപോട്ട് പോകുക. അവസരം തന്ന ദൈവദാസന്മാരോട്, ദൈവസഭയോട്, യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽ കൗൺസിലിനോട് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.